ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഒരു കത്തിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതായത് ആ ഫ്രിഡ്ജ് ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്കിന് ശേഷം അനീഷിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, അനീഷ് നിങ്ങളുടെ സഹായിയിൽ നിങ്ങൾ തൃപ്തരാണോ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് നല്ല പച്ചയ്ക്ക് പറയുന്നുണ്ട്, ഒട്ടും തൃപ്തരല്ല, ഇവർ എന്നെ ചതിച്ചു. അതുപോലെ തന്നെ അണ്ടർ പ്രഷറിൽ, അതായത് വലിയ പ്രഷർ വരുമ്പോഴത്തേക്കും അപ്പാനി ബ്ലാങ്ക് ആയി പോകുന്നു, അനുമോൾ മനഃപൂർവ്വം തന്നെ ചതിച്ചു എന്ന് നല്ല ഉച്ചത്തിൽ കൈ ചൂണ്ടി വിളിച്ചു പറയുന്ന അനീഷിനെ നമുക്ക് ആ ഒരു പ്രൊമോ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? ടാസ്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഞാൻ എടുത്തു പറയുന്നുണ്ട്, അപ്പാനിയും അതുപോലെ അനുമോളും രണ്ടുപേരും ഒന്നിച്ച് ഈ ടാസ്കിൽ അനീഷിനെ ചതിച്ചു എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഈ ടാസ്കിൽ മാത്രമല്ല, ആദ്യം നടന്ന ആ ഒരു ചെളിയിലേക്ക് എടുത്ത് ചാടുന്ന ടാസ്കിനകത്ത് അനുമോൾ ചതിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലായതേ ഇല്ലായിരുന്നു. പക്ഷെ അപ്പാനി ആ ടാസ്കിലും ചതിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചതിക്കും, ഇത് ചതിക്കാനുള്ള ഗെയിം തന്നെയാണ്. അതുപോലെ അപ്പാനി എന്ന് പറയുന്നത് വ്യക്തിക്ക് അനീഷിനെ തീരെ ഇഷ്ടമല്ല. ഈഗോ ഹേർട്ട് ചെയ്ത കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ചതിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. പിന്നെ ഇന്നലെ പറഞ്ഞു അനീഷ് ബിഗ് ബോസ് ചോദിച്ചപ്പോഴും പറഞ്ഞു. അത് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞതിന് മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. ആ റീസൺസ് കംപ്ലീറ്റ്ലി ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞു തരാം. അതായത് ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് മിഡ് വീക്ക് എവിക്ഷന്റെ ആ ഒരു ടാസ്ക് നടന്നത്. ആ ടാസ്കിൽ ഇവര് ആ ഒരു ചെളിക്കകത്ത് കയറി ചാടിയത് എല്ലാം അനീഷ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അനീഷിന് തന്നെ ഒരു കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. പിന്നെ അനീഷ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും താൻ ഇതിൽ നിന്ന് എവിക്റ്റ് ആയാലും പോകുന്നത് ബിഗ് ബോസ് വീടിന് പുറത്തേക്കല്ല. ബിഗ് ബോസ് വീടിന് പുറത്തേക്കല്ലാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഒരു സീക്രട്ട് റൂം, ഒരു ബ്ലൈൻഡ് റൂമിലേക്ക് അനീഷിനെ മാറ്റിയാൽ എന്തായാലും തന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സിമ്പതിയൊക്കെ തോന്നില്ലേ? ഇനി എന്താണ് ഔട്ട്സൈഡിൽ ചിന്തിക്കുന്നത് എന്ന് അനീഷിന് അറിയില്ലെങ്കിലും മുൻ സീസണുകൾ കണ്ട് പഠിച്ചു വന്നിട്ടുള്ള അനീഷിനറിയാം, തന്നെ ഇത്തരത്തിൽ മാറ്റിയിരുത്തിയാൽ അത് ക്രെഡിറ്റ് ആണ് എന്ന്. മനഃപൂർവ്വം തന്നെ ഇവർ തോൽപ്പിച്ചാൽ അത് ക്രെഡിറ്റ് ആണ് എന്ന്. അപ്പോൾ ബിഗ് ബോസ് മാന്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സഹായികളിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്. അത് കേൾക്കുന്ന ഉടനെ അനീഷ് അത് പറയുന്നുണ്ട്, ഞാൻ 100% ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ആ പറഞ്ഞത് നമ്മുടെ അനീഷിന്റെ തന്ത്രം മാത്രമായിരുന്നു. കാരണം അനീഷിന് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അനീഷിന് തന്നെ അറിയാം ചതിച്ചു എന്ന്. അനീഷിനെ മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഈ ഗെയിം കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അനീഷ് ആ പറഞ്ഞത് കള്ളത്തരമായിരുന്നു. അനീഷ് ബിഗ് ബോസിനോട് പറഞ്ഞു, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പച്ചക്കള്ളം. പക്ഷേ ഇന്നത്തെ ടാസ്കിൽ അനീഷ് നന്നായിട്ട് കണ്ടോണ്ട് നിൽക്കുകയാണ്. അനീഷ് തൊട്ടടുത്ത്, അതായത് അവർ നിൽക്കുന്നതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അനീഷ് കണ്ടോണ്ട് നിൽക്കുന്നത്. അപ്പാനി ശരത്ത് ഫ്രിഡ്ജിനകത്തോട്ട് ആദ്യം എടുത്തുകൊണ്ട് പോയത് വലിയ ബോക്സാണ്. ആ വലിയ ബോക്സ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് കുത്തി കയറ്റി കഴിഞ്ഞാൽ മറ്റു സാധനങ്ങളൊന്നും അതിൽ കൊള്ളില്ല. എന്തായാലും എന്തെങ്കിലും സാധനം എടുത്ത് ഫ്രിഡ്ജ് നിറയ്ക്കണം എന്ന് കരുതിയിട്ട് പെട്ടിയെടുത്ത് നിറച്ചാൽ നിറയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ. അത് വിചാരിച്ച ഒന്നുകിൽ അപ്പാനി ശരത്ത് മനഃപൂർവ്വം ചെയ്തു, അല്ലെങ്കിൽ അപ്പാനി ശരത്തിന് അത്രയും ബോധമേ ഉള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പാനിക്ക് അത്രയും ബോധമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ശരി, ആ പെട്ടി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി സാധനങ്ങൾ കയറ്റുമ്പോൾ പോലും അവരുടെ ഇടയിൽ ഒരു തരത്തിൽ പറഞ്ഞ ഒരു സിങ്ക് ഇല്ല, അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കണക്ക് മനഃപൂർവ്വം കാട്ടിക്കൂട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇനി അവസാനം ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ആ ടാസ്കിൽ നിന്ന് അനീഷിനെ പുറം തള്ളാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് കുറേ നേരം ആ ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കാനും അടയ്ക്കാനും തുറന്നും അടച്ചും ഒക്കെ ഒരുപാട് ഡ്രാമ അവിടെ നടത്തി. അതായത് അവർക്ക് ഈസി ആയിട്ട് ആ ഒരു കുടയൊക്കെ എടുത്ത് മാറ്റി. അതിനകത്ത് അനുമോള് ചോദിക്കുന്നുണ്ട്, ഈ കുടയൊക്കെ എന്തിന്? അത് കുടയൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും ഇട്ട് ആ ഫ്രിഡ്ജിന്റെ ഡോർ അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ബിഗ് ബോസ് നിരന്തരം വിളിച്ചു പറയുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞ കാര്യം, ഫ്രിഡ്ജ് അടച്ചില്ലെങ്കിൽ ഈ ഒരു ഗെയിം, ഈ ഒരു ടാസ്കിൽ നിന്ന് നിങ്ങൾ പുറത്താകും എന്ന് പറയുമ്പോൾ പോലും ഒരു സീരിയസ്നെസ്സും ഞാൻ രണ്ടുപേരിലും കണ്ടില്ല. അനുമോള് വളരെ കൂളായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു ടാസ്ക് അനുമോളിനും അപ്പാനിക്കും സ്വന്തമായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ അവരിങ്ങനെയായിരുന്നോ പെരുമാറുക? അത് ചിന്തിച്ചു നോക്കിക്കേ. അപ്പൊ അനീഷിനെതിരെ അവർ കളിച്ചു എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല. അവർക്ക് അനീഷിനെതിരെ കളിക്കാം. അതൊരു നല്ല ഗെയിം സ്ട്രാറ്റജിയാണ്. അല്ലാതെ നമ്മളിലെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള ടാസ്കിനകത്ത് പറയുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ എല്ലാവരും താരാട്ട് പാടി ഉറക്കിയിട്ട് കാവലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഇതിനകത്ത് അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അവർ കളിക്കട്ടെ. പക്ഷെ അനീഷ് ഇന്നലെ ഒന്നും പറഞ്ഞില്ല. ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പച്ചയ്ക്ക് തന്നെ അനുമോൾ തന്നെ ചതിച്ചു എന്ന് കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പാനിയാണെങ്കിൽ ആ സമയത്ത് ഒന്നും മൈൻഡിൽ വന്നില്ല. അത് പ്രഷറിൽ വരുമ്പോഴത്തേക്കും അപ്പാനിക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ അനീഷ് പറഞ്ഞിരിക്കുന്നത്. സോ
എന്താണെങ്കിലും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ നന്നായിട്ട് കടുക്കും. അതിന്റെ കൂടെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനീഷ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരുത്തനെയും വിശ്വസിക്കരുത്. കാരണം എല്ലായിടത്തിനും തന്നോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് എന്ന്. കാരണം ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ. അതിൽ ഈ ഒരു വീട്ടില് ബിഗ് ബോസ് വീട്ടില് വെറുതെ അടിയുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വ്യക്തി ആര് എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും പറഞ്ഞത് അനീഷിന്റെ പേരാണ്. അനീഷിനെ ഒന്ന് പുറത്തോട്ട് മാറ്റി നിർത്തി നോക്കുക, അപ്പൊ അറിയാം ഒരു ഉറങ്ങിയ ബിഗ് ബോസ് ഹൗസ് വീട്. ഏതാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് മനഃപൂർവ്വമായിട്ട് തന്നെ അനീഷിനെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ്ലി വരുന്ന ഓരോ ഗെയിമുകളിലും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിയമലംഘനം നടത്താറില്ല. പറയുന്ന കാര്യങ്ങൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പച്ചക്കള്ളം പറഞ്ഞിട്ടോ ഫേക്ക് ഗെയിം കളിച്ചിട്ടോ ആരെങ്കിലും ടോർച്ചർ ചെയ്തിട്ടോ അല്ല, എല്ലാവരെയും ചൊറിഞ്ഞ് അവരെയും കൂടെ ഈ ഗെയിമിലേക്ക് ഇളക്കി വിടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഏതായാലും ശരി, ഇപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് പ്രൊമോ വന്ന ഒരു വീഡിയോ വിഷ്വൽസ് വെച്ചിട്ടാണ് ഞാനിത് നെറേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ലൈവില് ബാക്കി സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം പോയി കാണട്ടെ. നിങ്ങൾ സീരിയൽ ഗ്രാമ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.